കാവശ്ശേരിയിൽ കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയെ പുറത്താക്കി. പൊതുപ്രവർത്തനം തുടരുമെന്ന് ആണ്ടിയപ്പു. പഞ്ചായത്ത് പ്രസിഡന്റും DCC സെക്രട്ടറിയുമായിരുന്ന ആണ്ടിയപ്പുവിനെയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. കാവശ്ശേരി പഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. കഴിഞ്ഞ തവണ 8 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസിന് ഇത്തവണ 5 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. 3 സീറ്റുകളിൽ 3ാം സ്ഥാനത്തേക്ക് പോയി. പ്രചാരണത്തിനിറങ്ങാതിരുന്നത് തന്റെ വാർഡിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചപ്പോൾ തന്നെ അറിയിക്കാത്തതിനാലാണെന്ന് ആണ്ടിയപ്പു UTVയോട് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബന്ധപ്പെട്ടവരോട്. പക്ഷെ അവരിതൊന്നും ശ്രദ്ധിക്കാതെ എൻ്റെ ഈ വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി. ആ സ്ഥാനാർത്ഥി 38 വോട്ടിന് ജയിക്കുകയും ചെയ്തു. കോൺഗ്രസ് കാലാകാലങ്ങളിൽ സ്ഥിരമായി ജയിച്ചു വന്നതാണ്. ഞങ്ങളുണ്ടാക്കിയ അധ്വാനത്തിന് കൊയ്യാൻ വേണ്ടി വന്നപ്പോൾ അതിന് ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നല്ലാതെ അതിൽ നിസ്സഹകരിച്ചിട്ട് പാർട്ടി ഇലക്ഷൻ പ്രവർത്തനം നടത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നിനും പോവാതെ ഇരുന്നു. ഞാൻ അല്ലാതെ എതിർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യങ്ങളാണ്. ഇതൊന്നും അന്വേഷിക്കാതെയും പറയാതെയും ആണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം എൻ്റെ പേരിൽ നടപടിയെടുത്തത്. എന്തിൻ്റെ പേരിലാണെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇവിടെ സീറ്റ് പങ്കിട്ടത് പേയ്മെൻറ്റ് സീറ്റുകളായിട്ടാണ് ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി പലവർക്കും സീറ്റ് കൊടുത്തതെന്ന് നിസ്സംശയം തെളിയിക്കാൻ എനിക്ക് കഴിയും. അതൊന്നും ജില്ലാ നേതൃത്വം അറിഞ്ഞിട്ടാണോ എന്ന് ഞാൻ ആരോപിക്കുന്നില്ല. എങ്കിലും ജില്ലാ നേതൃത്വം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ അന്വേഷിക്കാതെയും പറയാതെയും ചെയ്ത കാര്യത്തിൻ്റെ തിക്തഫലമാണ് കാവശ്ശേരിയെ പോലെ കോൺഗ്രസ്സിന് വളക്കൂറുള്ള ശക്തിയുള്ളൊരു പ്രദേശത്ത് ഇനിയൊരു തെരഞ്ഞെടുപ്പും കൂടി കഴിഞ്ഞാൽ കോൺഗ്രസ് നാമവശേഷമാകുന്ന സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുന്നു. ഇത് പറയാനോ പിടിക്കാനോ അത് അന്വേഷിക്കാനോ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നില്ല. അപ്പോൾ ഈ സംഭവം എൻ്റെ പേരിൽ ഒരു ആരോപണം ഉണ്ടായാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എൻ്റെ സുഹൃത്താണ് പ്രസിഡന്റ്, എന്നിട്ട് പോലും ഇതെന്താണ് സംഭവം എന്ന് അന്വേഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പ്രവർത്തകർക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് നിർഭാഗ്യകരമായ സംഭവമാണ്. എന്തായാലും കോൺഗ്രസിൻ്റെ നന്മയ്ക്കല്ല ഇത്തരം നടപടികൾ എടുത്തതെന്ന് വ്യസനസമേതം അറിയിക്കുകയാണ്. 2000-ലും 2005-ലും ആണ്ടിയപ്പു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. 2020-ൽ പ്രസിഡന്റാക്കുമെന്ന് പറഞ്ഞെങ്കിലും അതുണ്ടായില്ല. തുടർന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് അസാധുവാക്കിയതായി പരാതിയുണ്ട്. പാർട്ടി വിടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.